സോ ഈ വർഷത്തെ ISL ഏറ്റവും ബെസ്റ്റ് ടീം ഏതാണ്? മോസ്റ്റ് റിക്വസ്റ്റഡ് ടീമുകളായ നമ്മുടെ മുംബൈ സിറ്റിയുടെയും FC ഗോവയുടെയും ടീമിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആട്ടെ, കഴിഞ്ഞ വർഷത്തെ മുംബൈ സിറ്റിയുടെ ടോപ്പ് സ്കോറേഴ്സ് ആയിരുന്നു നമ്മുടെ ഡൈസ്, ചാങ്തെ, പിന്നെ വിക്രം പ്രതാപ് സിംഗ്, ബിപിൻ സിംഗ്, പിന്നെ ഐക്കർ ഗിയാറോച്ചാന എന്നുള്ളത്. ഡൈസ് 10 ഗോള്, ചാങ്തെ 10 ഗോള്, പിന്നെ നമ്മുടെ വിക്രം പ്രതാപ് സിംഗ് ആട്ടെ 8 ഗോള്, ബിപിൻ സിംഗ് 4 ഗോള്, നമ്മുടെ ഐക്കർ 3 ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ മുംബൈ സിറ്റിക്ക് വേണ്ടി കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ടൈറ്റിൽ വിന്നിങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുത്ത ഇന്ത്യൻ പ്ലസ് ഫോറിൻ പ്ലേയേഴ്സ് ഇവരാണ്. ഇത് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എവിടെയാണ്? വീട്ടിലോട്ട് ഡീപ്പ് കിടന്നുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ 90 എന്ന വലിയ ഫാമിലിയൊക്കെ തന്നെ കുറച്ച് മെമ്പേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോ തുറന്നേക്കാം. ഫോറിൻ പ്ലേയേഴ്സ് മൊത്തം 37% ഗോൾ കോൺട്രിബ്യൂഷൻ ആയിരുന്നു മുംബൈ സിറ്റി ഫൈനൽ എത്തിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇന്ത്യൻ പ്ലേയേഴ്സ് ആട്ടെ ഏകദേശം 62%. എന്ന് വെച്ചാൽ ഫോറിൻ പ്ലേയേഴ്സിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ വർഷം മുംബൈ സിറ്റി ഫൈനൽ എത്തിക്കാൻ വേണ്ടി ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിരുന്നു. അത് നമ്മൾ ഒട്ടുമിക്ക ടീമിലും കളിച്ച് കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇന്ത്യൻ പ്ലേയേഴ്സ് നല്ലപോലെ കളിക്കുന്നുമുണ്ട്, അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഗോൾ സ്കോറിംഗിലേക്ക് എത്തുന്ന ഒരു ടീം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് നല്ല അധികമായിട്ടുള്ള ടീം തീരെ കുറവാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ വിക്രം പ്രതാപ് സിംഗ് 8 ഗോളും ചാങ്തെ 10 ഗോളും എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നും. സോ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈയിൻ FC വൺ ഓഫ് ദ മോസ്റ്റ് ഇന്ത്യൻ സ്ക്വാഡ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടീമാണ് ചെന്നൈയിൻ FC എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്ക്വാഡ് സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് നമ്മുടെ മുംബൈ സിറ്റി എന്നുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രെഗ് സ്റ്റുവർട്ട് അതുപോലെ കോച്ചൊക്കെ പടി ഇറങ്ങിപ്പോയിട്ട് മുംബൈ സിറ്റിയെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മുംബൈ സിറ്റിയുടെ ബേസ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെയാണ്. അതിലെ ഒരു വജ്രായുധം അല്ലെങ്കിൽ നെടുന്തൂടം എന്നൊക്കെ പറയാൻ പോകുന്നത് നമ്മുടെ ചാങ്തെ തന്നെയായിരിക്കും. വിങ്ങിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്പീഡും പേസും അല്ലെങ്കിൽ ആ ക്രോസിങ്ങും ഗോൾ സ്കോറിംഗ് എബിലിറ്റി തന്നെയാണ് മുംബൈ സിറ്റി ഈ വർഷം ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഫൈനൽ ഉൾപ്പെടെ മുംബൈ സിറ്റി വേണ്ടി ഗോൾ ഇട്ടുണ്ട് നമ്മുടെ പെരേര ഡയാസ്, പിന്നെ നമ്മുടെ ആൽബർട്ടോ നുഗുറ, ഇങ്ങനെയുള്ള എല്ലാവരും തന്നെ മുംബൈ സിറ്റി ടീം വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ കുറേ പുതിയ സൈനികൾ നടത്തിയിട്ടുണ്ട്. ISL ഫാൻസിന് ഒരു പരിചയമുള്ള 2-3 മുഖങ്ങൾ നമുക്കറിയാം മുംബൈ സിറ്റിയിലുണ്ട്. ഫസ്റ്റ് വൺ നമ്മുടെ തിരിയാണ്. നമുക്കറിയാം ISL ഫാൻസിന് ആർക്കും തന്നെ ഒരു പുതിയ ഇൻട്രഡക്ഷൻ വേണ്ട. കാരണം നമുക്കറിയാം ISL ഫസ്റ്റ് സീസൺ മുതൽ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്ലേയേഴ്സ് വരാണ് തിരി എന്നുള്ളത്. സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺസിസ്റ്റൻറ്റും ആയിരിക്കും. സോ തിരി ഈ വർഷം മുംബൈ സിറ്റിയുടെ ഒപ്പമുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം മുംബൈ സിറ്റി കളിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വാറ്റ്നീഫ് ഉണ്ട്. പിന്നെ മുംബൈ സിറ്റി ഒരു പുതിയ സൈനിങ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ഫാൻസിനുള്ളിലേക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ജെർമി മോൺസോറോ എന്നുള്ളത്. നമുക്കറിയാം ജെർമി മോൺസോറോ നമ്മുടെ സെറ്റ് പീസിലും അതുപോലെ അറ്റാക്കിങ്ങിലും എന്ത് മാത്രം ഡേഞ്ചറസ് ആണെന്നുള്ളത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ജംഷഡ്പൂർ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ജംഷഡ്പൂർ FC എന്തുകൊണ്ടാണ് ഇവരാരെയും റീറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തതാണ്. ആദ്യം ഗ്രെഗ് സ്റ്റുവർട്ടിനെ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു ഗ്രെഗ് സ്റ്റുവർട്ടിൻ്റെ ട്രാൻസ്ഫർ തന്നെയാണ് ജംഷഡ്പൂർ FC ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ജെർമി മോൺസോറോയും വിട്ട് കളഞ്ഞേക്കുവാണ്. എന്തൊക്കെയാണെങ്കിലും ഓക്കെ, അവരത് മാനേജ് ചെയ്യും. അവർ കഴിഞ്ഞ വർഷം അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ജെർമി മോൺസോറോ ഈ വർഷം മുംബൈ സിറ്റി FC കൂടെ ചേർന്നിട്ടുണ്ട്. പിന്നെ നിക്കോളാസ് കാർലിസ് അതുപോലെ തന്നെ നമ്മുടെ ജോൺ ടോട്ടൽ തുടങ്ങിയ ഫോറിൻ പ്ലേയേഴ്സിന് മുംബൈ സിറ്റി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഒരു മിക്സർ ഓഫ് ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയുള്ള ഫോറിൻ പ്ലേയേഴ്സും അതുപോലെ പുതിയ ഫോറിൻ പ്ലേയേഴ്സാണ് മുംബൈ സിറ്റി വർഷം ട്രൈ ചെയ്യാൻ പോകുന്നത്. പ്ലസ് അവർക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെയാണ്. അവർ തന്നെയായിരിക്കും കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മുംബൈ സിറ്റി വർഷം ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം അവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് യങ് മിഡ്ഫീൽഡർ അപ്പോയും ടീം വിട്ടിട്ടുണ്ടായിരുന്നു. സോ എന്തുമാത്രം ഒരു വ്യത്യാസം ഈ വർഷം അത് വരുത്തും. അതുപോലെ തന്നെ ചാങ്തയുടെയും വിക്രം പ്രതാപ് സിംഗിൻ്റെ പെർഫോമൻസ് ശരിക്കും മുംബൈ സിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്ങനെയായിരിക്കും കളിക്കാൻ പോകുന്നത് നമുക്ക് നോക്കി തന്നെ കാണാം. മുംബൈ സിറ്റിയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് നിങ്ങൾ എവിടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇവിടെ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് FC ഗോവയിലേക്ക് കിടക്കാം. FC ഗോവയെ നമ്മളെപ്പോഴും ഒരു ആശ്ചര്യത്തോടെ തന്നെയാണ് നോക്കുന്നത്. നമുക്കറിയാം FC ഗോവ ഒരു ഡൗൺഫോളിലേക്ക് പോകും, അല്ലെങ്കിൽ ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവർ ഭയങ്കര പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നല്ല റിക്രൂട്ട്മെൻറ്റ്സ് നടത്തുന്നു, നല്ല സൈനിങ് നടത്തുന്നു, അവർ മാനേജ് ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത്ര ഫാസ്റ്റിൽ അല്ലെങ്കിൽ ഇത്ര കറക്റ്റായിട്ട് സൈനിങ്ങും അല്ലെങ്കിൽ നല്ല റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോച്ചസിനെയൊക്കെ നടത്തുന്നത്. നമുക്കറിയാം സെർജിയോ ലൊബേറ, മുർതാദ ഫോള്, കോറോ, അമജാഹുക്ക് ടീം വിട്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട് ഡൗൺഫോളിലേക്ക് പോകുമെന്ന്. എന്നാൽ അവർ യുവാൻ ഫെറോണ്ടെ കൊണ്ടിരുന്നു, ഈഗോ റങ്കോളെ കൊണ്ടിരുന്നു, ഓർട്ടിസിനെ കൊണ്ടിരുന്നു, അങ്ങനെ നല്ല നല്ല സൈനിങ് നടത്തുന്നു. ആ സീസൺ വൺ ഓഫ് ദ ബെസ്റ്റ് സീസണാക്കി മാറ്റുന്നു. എന്നാൽ എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. കറക്റ്റ് സമയത്ത് കറക്റ്റ് റീപ്ലേസ്മെൻറ്റിൻ്റെ കോച്ചിനെ കൊണ്ടുവന്ന സീസൺ മാനേജ് ചെയ്യുന്നതെന്ന്. കേരള ബ്ലാസ്റ്റിന് ഏകദേശം 3-4 സീസൺ വേണ്ടി വന്നു ഒരു ഇവാനെ പോലൊരു കോച്ചിനെ കൊണ്ടുവന്ന് ആ ഒരു ടീമിന് ഡൈനാമിക്സ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കറിയാം കഴിഞ്ഞ വർഷം മണോലോ മാർക്കസിനെ കോച്ചായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ടീമിനെ കൊടുത്താൽ അതിൽ നിന്ന് ബെസ്റ്റ് റിസൾട്ട് കൊടുക്കുക. ഇതിനാണ് മണോലോ മാർക്കസിനെ ഒന്ന് വ്യത്യസ്തനാക്കി നിർത്തുന്നത്. എന്നാൽ ജിങ്കൻ്റെ ഇഞ്ചുറി അതുപോലെ ഒരു ഫോറിൻ പ്ലെയറിൻ്റെ ഇഞ്ചുറി ഒക്കെ ശരിക്കും പറഞ്ഞാൽ FC ഗോവയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ ഒരു താഴ്ന്നു കൊടുത്തിട്ടായിരുന്നു നല്ലപോലെ തന്നെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്.
അവർ ഫോറിൻ പ്ലേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ഫോറിൻ പ്ലേസിൻ്റെ ഒരു കെട്ട് തന്നെയാണ്. അർമാൻഡോ സോഡിക്കിനെ അവർ പുതിയതായിട്ട് തന്നെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ വർഷം മോഹൻ ബഗാൻ നല്ലപോലെയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അതുപോലെ ഒടേനെ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടിയും എഫ് സി ഗോവയ്ക്ക് വേണ്ടിയും കൺസിസ്റ്റൻറ്റ് കളിക്കുക. എനിക്ക് ലെസ്കോവിച്ചിനെയും ഇദ്ദേഹത്തിൻ്റെ ഗെയിംസിനൊക്കെ ഒരേപോലെ തോന്നാറുണ്ട്. മീൻസ് ക്ലീൻ ഒരു മിസ്റ്റേക്ക് ഒക്കെ വരുന്നത് ഭയങ്കര കുറവായിരുന്നു. സോ ഒടേനെ ആയിരിക്കും നമ്മുടെ സെൻറ്റർ ബാക്കിലുള്ളത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കേട്ടോ സന്ദേശ് സിംഗിൻ്റെ കൂടെ. ഈ വർഷം സന്ദേശ് സിംഗൻ ഇഞ്ചുറി കഴിഞ്ഞ് വരട്ടെ, നല്ലപോലെ തന്നെ പെർഫോം ചെയ്തിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. സ്ട്രൈക്കറായിട്ട് പിന്നെ കളിക്കാൻ പോകുന്നത് നമ്മുടെ അർമാൻഡോ സാലിക്കിനോട് ഐക്കർ ഗിയാറോച്ചാനാണ്. നമുക്കറിയാം എഫ് സി ഗോവയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ആദ്യം കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മുംബൈ സിറ്റിയിലേക്ക് പോയി. പിന്നെ ഇഞ്ചുറി പറ്റി അദ്ദേഹത്തിന് അധികം കളിക്കാൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹം തിരിച്ചിപ്പോൾ ഗോവയ്ക്കൂടെ ചേർന്നിട്ടുണ്ട്. സോ എഫ് സി ഗോവയുടെ ഫോർവേഡ് എന്ന് പറയുന്നത് നമ്മുടെ അർമാൻഡോ സാലിക്കും അതുപോലെ ഐക്കർ ഗിയാറോച്ചാനെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടിയും ഈസ്റ്റ് ബംഗാളിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ബോർജ ഹെരേരയാണ് അടുത്ത ഫോർ എന്ന് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ വർഷം കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ഒരു നമ്മുടെ കോൺട്രാക്ട് പെർമനന്റ് ആക്കി എഫ് സി ഗോവ സ്വന്തമാക്കിയിട്ടുണ്ട്. സോ ബോർജ ഹെരേരയും എഫ് സി ഗോവയ്ക്ക് വേണ്ടി അടുത്ത വർഷം പന്ത് കിട്ടും. ഇവിടെ നമ്മൾ നോക്കിക്കാണ്ട കാര്യമുണ്ട് എഫ് സി ഗോവയുടെ ഇന്ത്യൻ പ്ലേയേഴ്സ്. നമുക്കറിയാം എപ്പോഴും ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഒരു സ്ക്വാഡാണ് എഫ് സി ഗോവയുടെ എന്ന് പറയുന്നത്. ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ എപ്പോഴും ഗോളുകളും സ്കോർ ചെയ്യുന്ന ഇന്ത്യൻ പ്ലേയേഴ്സ്. എനിക്ക് ഓർമ്മയുണ്ട് സെർജിയോ ലൊബേറയുടെ ആ ഒരു സീസണിൽ ഗോൾ കീപ്പർ ഒഴിച്ച് ബാക്കി കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ഗോൾ അടിച്ച ഒരു സീസണൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് എഫ് സി ഗോവയുടെ മെയിൻ ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിരിക്കാം നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിരുന്ന ലാറ ശർമ്മ ഈ വർഷം നമ്മുടെ ഗോവയോടൊപ്പം ചേർന്നിട്ടുണ്ട്. സോ ലാറയും അതുപോലെ അർഷദീപ് സിംഗുമാണ് എഫ് സി ഗോവയുടെ 2 ഗോൾ കീപ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയും അതുപോലെ എനിക്ക് അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ പ്ലെയർ ആയിരുന്നു നമ്മുടെ സെർട്ടോ ഫെർണാണ്ടസ് ഉള്ളത്. സെർട്ടോ ഫെർണാണ്ടസ് ഗോവയ്ക്ക് വേണ്ടി എന്ത് നല്ലപോലെയാണ് കളിക്കുന്നത്, എത്ര വർഷങ്ങളായിട്ട് കളിക്കുന്നതാണ്. സോ അണ്ടർ റേറ്റഡ് എനിക്ക് തോന്നി, നിങ്ങളുടെ പറഞ്ഞ കമന്റ് ചെയ്യണേ. സോ അദ്ദേഹവും എഫ് സി ഗോവയുടെ കൂടെയുണ്ട്. നമ്മുടെ ബോറിസിംഗ് വരുന്നുണ്ട്, റൗളിം വരുന്നുണ്ട്, ജയഗുപ്ത വരുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി എന്ത് നല്ലപോലെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ എഫ് സി ഗോവ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബോത്ത് ഇന്ത്യൻ സ്ക്വാഡ് ആൻഡ് ഫോറിൻ സ്ക്വാഡ് ഭയങ്കര സോളിഡ് തന്നെയാണ്. ഇവരുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോറിൻ സ്ക്വാഡ് ISL എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ മണോലോ മാർക്കസ് ആയിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഏറ്റവും നല്ലപോലെ ട്രെയിൻ ചെയ്യുന്നതും. സോ ഒരു കോമ്പിനേഷൻ ഓഫ് ഇന്ത്യൻ പ്ലേയേഴ്സ് ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ഫോറിൻ പ്ലേയേഴ്സ് തീർച്ചയായും എഫ് സി ഗോവയ്ക്ക് പോസിറ്റീവ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ചെറിയ നെഗറ്റീവ് പോയിന്റ്സ് എല്ലാം എഫ് സി ഗോവയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർമാൻഡോ സാഡിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നതാണ് എന്ന് വെച്ചാൽ മോഹൻ ബഗാനുണ്ട് അധികം ഒരു സ്റ്റാർട്ട് 11 ഇറങ്ങി ഗോൾ അടിച്ചു കൂട്ടുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല. അതുപോലെ ഐക്കർ ആണെങ്കിലും എപ്പോഴും ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഉണ്ട്. സോ ഗോൾ സ്കോറിങ് ചെറിയ പ്രശ്നം വരില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളായിട്ടൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഒപ്പീനിയൻസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കളി തന്നെ പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.